ഹായ്, വെൽക്കം ബാക്ക്. ഞാനൊരു കഥ പറയട്ടെ. കഥ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ? എൻ്റെ മനസ്സിൽ കുറേ ആയി ഈ കഥ പറയാനായിട്ട് വെമ്പൽ കൊള്ളുന്നു. ഈ കഥ കേട്ട് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് ഇത് ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നുള്ളതറിയില്ല. എന്നാലും തുടക്കം എന്ന നിലയ്ക്ക് ഞാൻ ഈ കഥ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് കുറച്ചെത്തിക്കഴിയുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യുമല്ലോ. കുറേ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കുമല്ലോ. അപ്പോൾ കഥ അതിഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഞാൻ തുടർന്ന് പറയാം, അല്ലെങ്കിൽ അതോടുകൂടി സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ ഒരു കൃഷിക്കാരനും ഭാര്യയും നല്ല സ്നേഹത്തോടെ അവർ ജീവിച്ചു പോന്നിരുന്നു. എന്ന് വെച്ചാൽ പഴയ കാലഘട്ടത്തിലെ ആ പഴയ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് സ്വത്തുക്കളുകൾ ഉണ്ടായിരുന്നു. പാടങ്ങൾ, നെൽപ്പാടങ്ങൾ, കൃഷി, ആട്, കോഴി, താറാവ്, കിളികൾ, അങ്ങനെ സകലമാന എന്തോരം കൃഷി നമുക്ക് പറയാൻ പറ്റില്ല. ഏക്കർ കണക്കിനാണ് അവർക്ക് സ്വത്ത് വകകളൊക്കെ ഉണ്ടായത്. അപ്പം അവരുടെ സ്നേഹത്തിൻ്റെ മുന്നിൽ അങ്ങനെ ഭാര്യയും ഭർത്താവും അവർ അത് മാത്രമല്ല കേട്ടോ, അവർ പല ആൾക്കാർക്കൊക്കെ ദാനമായിട്ട് വീടൊക്കെ കൊടുക്കുമായിരുന്നു. വീടല്ല, പറമ്പ് കൊടുക്കുമായിരുന്നു. ചില ആൾക്കാർക്ക് പണയത്തിന് അവിടെ കൃഷി ചെയ്യാനുള്ള ഇത് കൊടുക്കുമായിരുന്നു, സ്ഥലം കൊടുക്കുമായിരുന്നു. അങ്ങനെ 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 അവർ ജീവിച്ച് പോന്ന് ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്കൊരു ആൺകുട്ടി ജനിച്ചു. അവർ ആ കുട്ടീനെ പൊന്നുപോലെ വളർത്തി സ്നേഹം, അവരുടെ 2 പേരുടെ സ്നേഹം ആ കുഞ്ഞിന് കൊടുത്തു. അത്ര നല്ല രീതിയിൽ അവരുടെ വീട്ടിലെ കാര്യങ്ങളും നോക്കും, ആ കുട്ടികളുടെ കാര്യവും നോക്കും. അവരങ്ങനെ ആ കൊച്ചിനെ അങ്ങനെ നല്ല രീതിയിൽ വളർത്തി ഓരോരുത്തർക്ക് സഹായം ചെയ്യണ കാര്യങ്ങളും ദാനധർമ്മങ്ങളും സത്യവും അനീതിയും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമൊക്കെ അവന് പറഞ്ഞു കൊടുത്തു. അവന് ചെറുപ്രായത്തിൽ തന്നെ വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് ട്യൂഷൻ വീട്ടിലാണ് ഇതൊക്കെ ഇത് ചെയ്തത്. അങ്ങനെ കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ ആ സ്നേഹത്തിൻ്റെ ഇതിൽ രണ്ടാമതും ഒരു മോൻ തന്നെ പിറന്നു. അപ്പോൾ ഇതിന് കൂട്ടായിട്ട് ഒരനിയനും കൂടി വന്നു. അപ്പം ഇവർ 4 പേര് നല്ല സന്തോഷവതിയായിരുന്നു. ഇഷ്ടമുണ്ടാണ്. അത്രയും സ്വർണ്ണങ്ങളുണ്ടായിരുന്നു ഇവർക്ക്. കുറേ പറമ്പൊക്കെ ഉണ്ടെന്ന് ഞാൻ പറ്റില്ല. അങ്ങനെ അവർ ഇതൊക്കെ ചെയ്ത് അവർ സ്വർണ്ണമൊക്കെ വാരിക്കൂട്ടി വെച്ച് അതൊക്കെ ഓരോ ഇതിൽ കഥയാണ് കേട്ടോ. കഥ വല്ല സിനിമയിൽ നിന്ന് കോപ്പി അടിച്ചതെന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ ഏതെങ്കിലും സിനിമയിട്ട് അതിൽ നിങ്ങൾ ഈ ഒരു ഇത് വരണമെങ്കിൽ ആ സിനിമയുടെ പേരും കൂടി ഇതിനകത്തൊന്നും ടൈപ്പ് ചെയ്യണം. ഇത് സിനിമയൊന്നും അല്ല കേട്ടോ, ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ എടുത്ത് പറയണേ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് വീണ്ടും ഒരു കുഞ്ഞ് ജനിച്ചു. അതൊരു പെൺകുട്ടിയായിരുന്നു. നല്ല സുന്ദരിയായിട്ടുള്ളൊരു കുഞ്ഞു കൊച്ച്. ആ കൊച്ചിനെ ഈ 2 ചേട്ടന്മാരും കൂടി, 2 ചേട്ടന്മാരായിരിക്കുമല്ലോ ഇതിൻ്റെ അനിയത്തിയല്ലേ, അതിന് പൊന്നുപോലെ ലാളിക്കണ്, കഥ പറഞ്ഞു കൊടുക്കണ്, പാട്ട് പാടണ്. നല്ല സ്നേഹം എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹം. ഈ അച്ഛൻ്റെ അമ്മയുടെയും ആങ്ങളമാരുടെയും ഒക്കെ സ്നേഹം കൊണ്ട് ആ കൊച്ചങ്ങനെ വളർന്ന് ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് വീണ്ടും ഒരു കൊച്ചായി. അതും പെൺകുട്ടിയാണ്. അതും ഇതുപോലെ തന്നെ. പക്ഷേ ഇവരുടെ ഈ ഇത്രയും കുട്ടികളുണ്ടെങ്കിൽ ഇപ്പോൾ 4 കൊച്ചുങ്ങളായില്ലേ. 4 കൊച്ച്, അത് കഴിഞ്ഞ് വീണ്ടും ഒരു കൊച്ചും കൂടി ഉണ്ടായി. അങ്ങനെ 5 കൊച്ചുങ്ങൾ, മൊത്തം 5 കൊച്ചുങ്ങളായി. 3 പെണ്ണും 2 ആണും. ഇവർ നല്ല സ്നേഹത്തിൽ നല്ല ഇതിൽ വളർന്ന് വേറെ കുട്ടികൾ വേണ്ട അവരുടെ വീട്ടിൽ കളിക്കാനായിട്ട്. ഈ 5 പിള്ളേർ തന്നെ ധാരാളം. പക്ഷെ ഇപ്പോഴത്തെ ഇതുപോലെയൊന്നും അല്ല കേട്ടോ. ഭയങ്കര സ്നേഹമെന്ന് പറഞ്ഞാൽ അടിപിടിയൊന്നും ഇല്ല അവിടെ. സ്നേഹം മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇവർ ഈ അച്ഛനും അമ്മയുടെയും ഇതിൽ കണ്ട് വളർന്നേക്കണതെന്ന് വെച്ചാൽ സ്നേഹം മാത്രമുള്ള, വേറെ അടിപിടിയൊന്നും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അത് കാരണം ഈ പിള്ളേർക്ക് അടിപിടി എന്താണെന്നും കൂടി അറിയില്ല. അതുകൊണ്ട്
അവരത്രയും സ്നേഹത്തോട് കൂടിയിട്ടാണ് അവരങ്ങനെ കഴിഞ്ഞു പോയത്. അവർ കോളേജിലും ജോലിക്കും അങ്ങനെ ഇതിനൊക്കെ പോയി. അങ്ങനെ 5 പേരും വലുതായി. അച്ഛനും അമ്മയും വാർദ്ധക്യത്തിലോട്ടെത്തി. വാർദ്ധക്യത്തിലോട്ടെത്തിയ സമയത്ത് ഈ മക്കളാണെങ്കിൽ അച്ഛനും അമ്മേനെ പൊന്നു പോലെയാണ് നോക്കിയത്. ഇതിൻ്റെ ഇടയിൽ ഈ 2 ആൺമക്കളുടെയും കല്യാണം കഴിഞ്ഞ് അവരുടെ ഭാര്യമാരാണെങ്കിൽ അതും ഇതുപോലെ തന്നെ നല്ല സ്നേഹമുണ്ട്. അപ്പോൾ ഈ അച്ഛനും അമ്മേനെയൊക്കെ ആണെങ്കിൽ പൊന്നു പോലെയാണ് നോക്കണം. അവരെ കൊണ്ട് ഒരു ജോലിയോ ഒന്നും എടുപ്പിക്കണില്ല. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഈ 2 മരുമക്കളും പണ്ട് അച്ഛനും അമ്മയും എന്താണോ ചെയ്തത് അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഇവരും ആ കൃഷി കാര്യങ്ങൾ, ആട് കോഴി താറാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരും നോക്കുന്നുണ്ട് ഈ ഭാര്യമാർ. അങ്ങനെ പെണ്ണുങ്ങളെ കെട്ടിച്ചു വിട്ടപ്പോഴും അവർ ചെന്ന് കയറിയ വീട്ടിലില്ലേ മഹാലക്ഷ്മിയെ പോലെ എന്ന് വെച്ചാൽ ആ വീട്ടിലെ അച്ഛനും അമ്മേനാണെങ്കിലും ഇപ്പം അനിയനാണെങ്കിലും ഇപ്പം വേറെ ആരെങ്കിലും ആ വീട്ടിലുണ്ടെങ്കിൽ അവരെയൊക്കെ നല്ല രീതിയിൽ സ്നേഹിച്ച് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ കുടുംബം ഇങ്ങനെ കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ